എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടിമാഷ്. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ പാഠമാണ് ഏർലി സ്റ്റേറ്റ്സ്. ഈ പാഠഭാഗത്തിലെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ലിസൺ ടു അദീനാസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ സബ്ജക്ട് ഗിവൺ ഓൺ പേജ് നമ്പർ 24. വാട്ട് ആർ ദ ഡീറ്റെയിൽസ് യു ഗോട്ട് ഫ്രം ഇറ്റ്? പേജ് നമ്പർ 24 നൽകിയിരിക്കുന്ന അദീനയുടെ വിവരണം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. എന്തൊക്കെ വിവരങ്ങളാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചത്? ഫ്രണ്ട്സ്, ആർ യു ഫെമിലിയർ വിത്ത് ദിസ് സിംബൽ? ദ ഒളിമ്പിക്സ്, ഇൻ വിച്ച് ദ whole world enthusiastically participates today, originated in ancient Greece. The democracy that originated in the Greek city-state of Athens is our greatest contribution to the world. Greece is located in southeastern Europe. My country is rich in geographical features such as isolated valleys located high above the sea level, hills and small mountains. ഇതിന്റെ മലയാളം ഞാൻ എന്ന് പറയാം. കൂട്ടുകാരെ, ഈ ചിഹ്നം നിങ്ങൾക്ക് പരിചിതമാണല്ലോ. ഇന്ന് ലോകം മുഴുവൻ ഉത്സാഹത്തോടെ പങ്കെടുക്കുന്ന ഒളിമ്പിക്സിന് ആരംഭം കുറിച്ചത് പുരാതന ഗ്രീസിലാണ്. ഗ്രീക്ക് നഗരരാഷ്ട്രമായ ഏതൻസിൽ ഉടലെടുത്ത ജനാധിപത്യം ഞങ്ങൾ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ്. തെക്കുകിഴക്കൻ യൂറോപ്പിലാണ് ഗ്രീസ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നു സ്ഥിതി ചെയ്യുന്ന ഒറ്റപ്പെട്ട താഴ്വരകൾ, കുന്നുകൾ, ചെറുപർവ്വതങ്ങൾ തുടങ്ങിയ ഭൂമിശാസ്ത്ര സവിശേഷതകളാൽ സമ്പന്നമാണ് എന്റെ രാജ്യം. ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലായത് എന്നൊന്ന് പറയാമോ? എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ദ ഒളിമ്പിക് സിംബൽ ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ പിക്ചർ. ചിത്രത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഒളിമ്പിക്സ് ചിഹ്നമാണ്. ദ 5 rings ഇൻ ദ സിംബൽ റെപ്രസെന്റ് ദ 5 continents. ചിഹ്നത്തിലെ 5 വളയങ്ങൾ 5 ഭൂഖണ്ഡങ്ങളെ സൂചിപ്പിക്കുന്നു. ദ ഒളിമ്പിക്സ് ഒറിജിനേറ്റഡ് ഇൻ ആൻസിയൻ ഗ്രീസ്. ഒളിമ്പിക്സ് ആരംഭിച്ചത് പുരാതന ഗ്രീസിലാണ്. ഗ്രീസ് ഈസ് എ കൺട്രി ഇൻ സൗത്ത് ഈസ്റ്റേൺ യൂറോപ്പ്. തെക്കുകിഴക്കൻ യൂറോപ്പിലെ ഒരു രാജ്യമാണ് ഗ്രീസ്. മോഡേൺ ഡെമോക്രസി ബിഗാൻ ഇൻ ദ സിറ്റി സ്റ്റേറ്റ് ഓഫ് ഏതൻസ് ഇൻ ഗ്രീസ്. ആധുനിക ജനാധിപത്യത്തിന് തുടക്കം കുറിച്ചത് ഏതൻസ് എന്ന നഗരരാഷ്ട്രത്തിലാണ്. ഗ്രീസ് ഈസ് എ കൺട്രി വിത്ത് ഡിഫറെന്റ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഇൻക്ലൂഡിംഗ് വാലീസ്, hills and small mountains. It is a country located above sea level. താഴ്വരകളും കുന്നുകളും ചെറുപർവ്വതങ്ങളും ഉൾപ്പെടെ വ്യത്യസ്ത ഭൂമിശാസ്ത്ര സവിശേഷതകൾ ഉള്ള ഗ്രീസ് സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഏതൻസ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഗ്രീസ്. ഏതൻസ് ആണ് ഗ്രീസിന്റെ തലസ്ഥാനം. ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് വെയർ ദ സിറ്റി സ്റ്റേറ്റ് ഓഫ് ആൻസിയൻ ഗ്രീസ് നോൺ ആസ്? പുരാതന ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ, പോളിസ്. മൂന്നാമത്തെ ചോദ്യം, ഒബ്സർവ് മാപ്പ് 2.1 ആൻഡ് ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ഡൗൺ ദ മേജർ സിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ആൻസിയൻ ഗ്രീസ്. പേജ് നമ്പർ 25. ഭൂപടം 2.1 നിരീക്ഷിച്ച് പുരാതന ഗ്രീസിൽ നിലനിന്ന പ്രധാന നഗരരാഷ്ട്രങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതുക. തീബ്സ്, കൊറിന്ത്, ഏഥൻസ്, സ്പാർട്ട, എലിസ്, ട്രോയ്, എജിന, എറിട്രിയ, ആർഗോസ്. നാലാമത്തെ ചോദ്യം, വൈ ഡിഡ് എ യൂണിഫോം അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആബ്സെന്റ് ഇൻ ആൻസിയൻ ഗ്രീസ്? പേജ് നമ്പർ 25. ഒരു പൊതുഭരണ സംവിധാനം പുരാതന ഗ്രീസിൽ ഉണ്ടായിരുന്നില്ല. എന്താണ് കാരണം? ദ സീസ് ഓർ ഹൈ മൗണ്ടെയിൻസ് സെപ്പറേറ്റഡ് ദ സിറ്റി സ്റ്റേറ്റ്സ് ഓഫ് ആൻസിയൻ ഗ്രീസ്. Therefore, each city state was isolated. For this reason, there was no uniform administrative system in ancient Greece. കടലുകളും ഉയർന്ന പർവ്വതങ്ങളും പുരാതന ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങളെ തമ്മിൽ വേർതിരിച്ചിരുന്നു. അതിനാൽ ഓരോ നഗരരാഷ്ട്രവും ഒറ്റപ്പെട്ട നിലയിലായിരുന്നു. ഇക്കാരണത്താൽ ഒരു പൊതുഭരണ സംവിധാനം പുരാതന ഗ്രീസിൽ ഉണ്ടായിരുന്നില്ല. അഞ്ചാമത്തെ ചോദ്യം, വിച്ച് വെയർ ദ മേജർ സിറ്റി സ്റ്റേറ്റ്സ് ഓഫ് ഗ്രീസ്? ഗ്രീസിലെ പ്രധാന നഗരരാഷ്ട്രങ്ങൾ ഏതൊക്കെയായിരുന്നു? ഏഥൻസ് ആൻഡ് സ്പാർട്ട. ആറാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സിസ്റ്റം ബൈ വിച്ച് ദ പീപ്പിൾ എലക്ട് ദെയർ റൂളേഴ്സ്? പേജ് നമ്പർ 25. ഭരണാധികാരികളെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സംവിധാനത്തിന് പറയുന്ന പേര് എന്താണ്? ആൻസർ, ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം. ഏഴാമത്തെ ചോദ്യം, ഇൻ വിച്ച് ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ് ഡിഡ് ദ ഇനീഷ്യൽ ഫോം ഓഫ് ഡെമോക്രസി അറൈസ്? ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉടലെടുത്തത് ഏത് ഗ്രീക്ക് നഗരരാഷ്ട്രത്തിലാണ്? ആൻസർ, ഏതൻസ്. എട്ടാമത്തെ ചോദ്യം, പ്രസന്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഏതൻസ് ആൻഡ് സ്പാർട്ട ഇൻ ഡയലോഗ് ഫോം. പേജ് നമ്പർ 26. ഏതൻസിന്റെയും സ്പാർട്ടയുടെയും സവിശേഷതകൾ സംഭാഷണ രൂപത്തിൽ അവതരിപ്പിക്കുക. ആദ്യം ഏതൻസിന്റെ ഡയലോഗ്സ് ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സ്പാർട്ടയുടെ ഡയലോഗ്സ് എഴുതും.
ഏതൻസിൽ നിന്ന് വരുന്ന കുട്ടി ഏതൻസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നോക്കാം. ഡിഡ് യു നോ ദാറ്റ് ദ ഇനീഷ്യൽ ഫോം ഓഫ് ഡെമോക്രസി ഒറിജിനേറ്റഡ് ഇൻ അവർ കൺട്രി ഏതൻസ്? നിങ്ങൾക്കറിയാമോ, ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉടലെടുത്തത് ഏതൻസ് എന്ന ഞങ്ങളുടെ നാട്ടിലാണ്. ഇൻ ആൻസിയൻ ടൈംസ് ഓൾ മെൻ ഹിയർ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ എലക്ഷൻ ഓഫ് റൂളേഴ്സ് ആൻഡ് ദ മേക്കിംഗ് ഓഫ് ലോസ്. പണ്ടുകാലത്ത് ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനും നിയമനിർമ്മാണത്തിനും ഇവിടുത്തെ എല്ലാ പുരുഷന്മാർക്കും പങ്കാളിത്തം ഉണ്ടായിരുന്നു. ദ ഡിഫിക്കൽട്ട് തിങ് ഈസ് ദാറ്റ് വുമൻ, സ്ലേവ്സ് ആൻഡ് ഫോറിനേഴ്സ് ഡിഡ് നോട്ട് ഹാവ് സിറ്റിസൺഷിപ്പ്. വിഷമകരമായ കാര്യം എന്തെന്നാൽ സ്ത്രീകൾ, അടിമകൾ, വിദേശികൾ എന്നിവർക്ക് പൗരത്വം ഉണ്ടായിരുന്നില്ല. ദ പൊളിറ്റിക്കൽ ബോഡി ഇൻ ഏതൻസ് വാസ് നോൺ ആസ് ദ അസംബ്ലി. ഏതൻസിലെ രാഷ്ട്രീയ സഭ അസംബ്ലി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ദ പീപ്പിൾ ഓഫ് അവർ കൺട്രി ഗേവ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ടു ആർട്ട് ആൻഡ് കൾച്ചർ. കലാ, സംസ്കാരം എന്നിവയ്ക്ക് ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങൾ വലിയ പ്രാധാന്യം നൽകിയിരുന്നു. ഹിയർ 2 years ഓഫ് മിലിറ്ററി സർവീസ് വെയർ മാൻഡേറ്ററി ഫോർ ബോയ്സ്. ഇവിടെ ആൺകുട്ടികൾക്ക് 2 വർഷത്തെ സൈനിക സേവനം നിർബന്ധമാക്കിയിരുന്നു. ഇൻ അഡീഷൻ വി ഹാഡ് എ സ്ട്രോങ് നേവി ആൻഡ് ആർമി. കൂടാതെ ശക്തമായ ഒരു കപ്പൽപ്പടയും സൈനിക വ്യൂഹവും ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇനി സ്പാർട്ടയെ സപ്പോർട്ട് ചെയ്യുന്ന കുട്ടി എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നോക്കാം. അൺലൈക്ക് ഡെമോക്രസി, അവർ കൺട്രി സ്പാർട്ട ഹാഡ് ആൻ അരിസ്റ്റോക്രാറ്റിക് റൂൾ. ജനാധിപത്യത്തിൽ നിന്നും വ്യത്യസ്തമായി പ്രഭുഭരണമായിരുന്നു ഞങ്ങളുടെ നാടായ സ്പാർട്ടയിൽ ഉണ്ടായിരുന്നത്. ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ഹിയർ വാസ് ബേസ്ഡ് ഓൺ ട്രഡീഷണൽ വാല്യൂസ് ആൻഡ് മിലിറ്ററി ട്രെയിനിങ്. പരമ്പരാഗത മൂല്യങ്ങൾക്കും സൈനിക പരിശീലനങ്ങൾക്കും മുൻതൂക്കമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. 23 years ഓഫ് മിലിറ്ററി സർവീസ് വാസ് മാൻഡേറ്ററി ഫോർ ബോയ്സ്. ആൺകുട്ടികൾക്ക് 23 വർഷത്തെ സൈനിക സേവനം നിർബന്ധമായിരുന്നു. വി വെയർ എ സൊസൈറ്റി ദാറ്റ് ഗേവ് ഇമ്പോർട്ടൻസ് ടു ദ ആർമി ആൻഡ് വാർ. സൈന്യം, യുദ്ധം തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകിയ ഒരു സമൂഹമായിരുന്നു ഞങ്ങളുടേത്. രണ്ടാമത്തെ ചോദ്യം, നെയിം ദ ഫേമസ് വർക്ക് ബേസ്ഡ് ഓൺ ദ ഗ്രീക്കോ പേർഷ്യൻ വാർ. ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങളെ ഇതിവൃത്തമാക്കി രചിച്ച കൃതി ഏത്? ആൻസർ, ദ ഹിസ്റ്ററീസ്. 10ാമത്തെ ചോദ്യം, who was the powerful ruler of Athens who said that power should not be concentrated in one person but should be shared by all the people. അധികാരം ഒരാളിൽ മാത്രം കേന്ദ്രീകരിക്കാതെ എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തം ഉണ്ടാകണമെന്ന് പറഞ്ഞ ഏഥൻസിലെ ശക്തനായ ഭരണാധികാരി ആരായിരുന്നു? ആൻസർ, പെരിക്ലിസ്. 11ാമത്തെ ചോദ്യം, who are the major Greek philosophers who influenced the world? ലോകത്തെ സ്വാധീനിച്ച പ്രധാന ഗ്രീക്ക് തത്വചിന്തകർ ആരൊക്കെയാണ്? സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ. 12ാമത്തെ ചോദ്യം, ഹു ഈസ് ദ ഫിലോസഫർ ഹു സെഡ് ദാറ്റ് നോളജ് ഈസ് വെർച്യൂ? അറിവാണ് നന്മ എന്ന് പറഞ്ഞ തത്വചിന്തകൻ ആരാണ്? സോക്രട്ടീസ്. 13ാമത്തെ ചോദ്യം, ഹു ഈസ് ദ ഗ്രീക്ക് ഫിലോസഫർ ഹു പ്രൊപ്പഗേറ്റഡ് ദ ഐഡിയാസ് ത്രൂ ദ മെത്തേഡ് ഓഫ് ലോജിക്കൽ ഡിസ്കഷൻ? സംവാദ രീതിയിലൂടെ ആശയങ്ങൾ പ്രചരിപ്പിച്ച ഗ്രീക്ക് തത്വചിന്തകൻ ആരാണ്? സോക്രട്ടീസ്. 14ാമത്തെ ചോദ്യം, ഹു ഫൗണ്ടഡ് ദ സെന്റർ കോൾഡ് അക്കാദമി? അക്കാദമി എന്ന പഠന കേന്ദ്രം സ്ഥാപിച്ചത് ആരാണ്? പ്ലേറ്റോ. സോക്രട്ടീസ് ഡിസൈപ്പിൾ. സോക്രട്ടീസിന്റെ ശിഷ്യനായിരുന്നു പ്ലേറ്റോ. 15ാമത്തെ ചോദ്യം, ഹു വാസ് ദ ഫിലോസഫർ ഹു വാസ് എ സ്റ്റുഡന്റ് ഓഫ് പ്ലേറ്റോ അറ്റ് അക്കാദമി? പ്ലേറ്റോയുടെ അക്കാദമി എന്ന വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയായിരുന്ന തത്വചിന്തകൻ ആരാണ്? അരിസ്റ്റോട്ടിൽ. 16ാമത്തെ ചോദ്യം, ഹു ഫൗണ്ടഡ് ദ സ്റ്റഡി സെന്റർ ലൈസിയം? ലൈസിയം എന്ന പഠനകേന്ദ്രം സ്ഥാപിച്ചത് ആരാണ്? അരിസ്റ്റോട്ടിൽ. 17ാമത്തെ ചോദ്യം, ഹാവ് യു നോട്ടിസ്ഡ് ദ ഡിസ്ക്രിപ്ഷൻ ഗിവൺ ഓൺ പേജ് നമ്പർ 28? വാട്ട് ഐഡിയാസ് ഡു വി ഗെറ്റ് ഫ്രം ദിസ് ഡിസ്ക്രിപ്ഷൻ? പേജ് നമ്പർ 28. പേജ് നമ്പർ 28 നൽകിയിരിക്കുന്ന വിവരണം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. എന്തെല്ലാം ആശയങ്ങളാണ് ഈ വിവരണത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്? ഫ്രണ്ട്സ്, അവർ കൺട്രി ഇറാൻ ഹാസ് പേർഷ്യൻ കൾച്ചർ ഹെറിറ്റേജ്. The Persian Empire was the most important empire that existed at that time. The Persian Empire was a mixture of diverse culture, language and traditions as different geographical territories were part of this empire. Persepolis was the capital of this empire. ഇതിന് മലയാളം ഞാനെന്ന് പറയാം. കൂട്ടുകാരെ, ഞങ്ങളുടെ രാജ്യമായ ഇറാൻ പേർഷ്യൻ സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്നു. അക്കാലത്ത് നിലനിന്ന സാമ്രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം. വ്യത്യസ്ത ഭൂപ്രദേശങ്ങൾ ഈ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നതിനാൽ വൈവിധ്യമാർന്ന സംസ്കാരവും ഭാഷയും പാരമ്പര്യവും ഒത്തുചേർന്നതായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം. പെർസെപോളിസ് ആയിരുന്നു ഈ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം. ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളാണ് കേട്ടോ എഴുതേണ്ടത്. എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ പറയാം.
ഇറാൻ ഈസ് എ കൺട്രി വിത്ത് പേർഷ്യൻ കൾച്ചർ ഹെറിറ്റേജ്. പേർഷ്യൻ സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്ന രാജ്യമാണ് ഇറാൻ. മോഡേൺ ഇറാൻ ഈസ് എ പാർട്ട് ഓഫ് ദ ആൻഷ്യൻ പേർഷ്യൻ എംപയർ. പണ്ടുകാലത്തെ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ ആധുനിക ഇറാൻ. ദ പേർഷ്യൻ എംപയർ ഈസ് എ മിക്സ്ചർ ഓഫ് ഡൈവേഴ്സ് ലാംഗ്വേജ് ആൻഡ് കൾച്ചേഴ്സ്. വൈവിധ്യമാർന്ന ഭാഷയും സംസ്കാരവും കൂടിച്ചേർന്നതാണ് പേർഷ്യൻ സാമ്രാജ്യം. ദ ഗവർണേഴ്സ് ഓഫ് പേർഷ്യ വെയർ നോൺ ആസ് സത്രപ്സ്. പേർഷ്യയിലെ ഗവർണേഴ്സ് അറിയപ്പെടുന്നത് സത്രപ്സ് എന്ന പേരിലായിരുന്നു. ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ കൺട്രി വെയർ ഡിവൈഡഡ് ഇൻടു സത്രപീസ്. ഭരണ സൗകര്യത്തിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ സത്രവി എന്ന പേരിൽ വിഭജിച്ചിരുന്നു. സൊറോസ്ട്രിയൻ ഫിലോസഫി ഒറിജിനേറ്റഡ് ഇൻ പേർഷ്യ. സൊറോസ്ട്രിയൻ ഫിലോസഫി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ സരതുഷ്ട്ര ദർശനം എന്നാണ്. അത് രൂപം കൊണ്ടത് പേർഷ്യയിലാണ്. എട്ടാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പേർഷ്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം? പേജ് നമ്പർ 29. പേർഷ്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഞാൻ വായിക്കാം. The vast empire was divided into several satrapies for administrative convenience. ഭരണ സൗകര്യത്തിനായി വിശാലമായ സാമ്രാജ്യത്തെ നിരവധി സത്രപികളായി വിഭജിച്ചിരുന്നു. These satrapies were under governors known as satraps. സത്രപ് എന്നറിയപ്പെടുന്ന ഗവർണർമാരുടെ കീഴിലായിരുന്നു സത്രപികൾ. Satraps enforced the laws and tax systems of the king in the satrapies. സത്രപ്മാർ രാജാവിന്റെ നിയമങ്ങളും നികുതി സമ്പ്രദായങ്ങളും സത്രപികളിൽ നടപ്പിലാക്കി. 19ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പേർഷ്യൻ സൊറോസ്ട്രിയൻ ഫിലോസഫി? പേജ് നമ്പർ 29. പേർഷ്യൻ സരതുഷ്ട്ര ദർശനത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഫൗണ്ടഡ് ബൈ സൊറോസ്റ്റർ. സരതുഷ്ട്രയാണ് സ്ഥാപകൻ. ബിലീവ്ഡ് ഇൻ വൺ ഗോഡ് കോൾഡ് അഹൂര മസ്ഡ. അഹൂര മസ്ഡ എന്ന് വിളിക്കപ്പെടുന്ന ഏകദൈവത്തിൽ വിശ്വസിച്ചു. സെന്റ് അവസ്ഥ വാസ് ദ റിലീജിയസ് ടെക്സ്റ്റ്. സെന്റ് അവസ്ഥയായിരുന്നു മതഗ്രന്ഥം. 20ാമത്തെ ചോദ്യം, പ്രിപ്പയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ടു ഓർഗനൈസ് എ ക്വിസ് ഓൺ ദ പേർഷ്യൻ എംപയർ ആൻഡ് കൾച്ചർ. പേജ് നമ്പർ 29. പേർഷ്യൻ സാമ്രാജ്യത്തെയും സംസ്കാരത്തെയും കുറിച്ച് ഒരു പ്രശ്നോത്തരി അല്ലെങ്കിൽ ക്വിസ് സംഘടിപ്പിക്കുന്നതിനുള്ള ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കുക. ഞാൻ തയ്യാറാക്കിയ ചോദ്യങ്ങൾ വായിക്കാം. പേർഷ്യൻ കൾച്ചർ ഈസ് മെയിൻലി അസോസിയേറ്റഡ് വിത്ത് വിച്ച് മോഡേൺ കൺട്രി? പേർഷ്യൻ സംസ്കാരം പ്രധാനമായും ഇന്നത്തെ ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിച്ച് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ദ പേർഷ്യൻ എംപയർ? പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഏതാണ്? വു വെയർ ദ മെയിൻ റൂളേഴ്സ് ഓഫ് ദ പേർഷ്യൻ ഡൈനാസ്റ്റി? പേർഷ്യൻ രാജവംശത്തിന്റെ പ്രധാന ഭരണാധികാരികൾ ആരൊക്കെയാണ്? വു വാസ് നോൺ as എ സത്രപ്. ആരായിരുന്നു സത്രപ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്? വാട്ട് വെയർ ദ പ്രൊവിൻസസ് നോൺ ആസ് ഇൻ ദ പേർഷ്യൻ എംപയർ? പേർഷ്യൻ സാമ്രാജ്യത്തിൽ പ്രവിശ്യകൾ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലായിരുന്നു? വാട്ട് വാസ് ദ ഫിലോസഫി ദാറ്റ് എമേർജ്ഡ് ഇൻ പേർഷ്യ? പേർഷ്യയിൽ രൂപം കൊണ്ട ദർശനം ഏതാണ്? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. 21ാമത്തെ ചോദ്യം, ഇൻ പേജ് നമ്പർ 29, റീഡ് ദ ഡിസ്ക്രിപ്ഷൻ ഗിവൺ ബൈ യുവർ ഫ്രണ്ട് എലീന അബൌട്ട് ആൻഷ്യൻ റോം. റൈറ്റ് ഡൗൺ ദ ഇൻഫോർമേഷൻ യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ് ഇൻ യുവർ നോട്ട്ബുക്ക്. പേജ് നമ്പർ 30. പേജ് നമ്പർ 29 പുരാതന റോമിനെ കുറിച്ച് എലീന എന്ന നിങ്ങളുടെ കൂട്ടുകാരി നൽകിയിരിക്കുന്ന വിവരണം വായിച്ചു നോക്കുക. ഹായ് ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് എലീന. മൈ കൺട്രി ഇറ്റലി വാസ് പാർട്ട് ഓഫ് ദ റോമൻ എംപയർ. ദ സിറ്റി റോം ഈസ് കൺസിഡേർഡ് ടു ബി ദ ബർത്ത് പ്ലേസ് ഓഫ് വെസ്റ്റേൺ സിവിലൈസേഷൻ. The expression all roads lead to Rome itself indicates the importance of the empire. In the early days, Rome was a monarchy. However, in the course of time, rebellions arose against the rulers who were not concerned about the people, and the monarchy ended in the 6th century BCE. Then, a new system of government called the Republic came into existence in Rome. The rise of the Republic was a major turning point in the history of ancient Rome. ഇതിന്റെ മലയാളം ഞാനൊന്ന് വായിക്കാം. ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് എലീന. എൻ്റെ നാടായ ഇറ്റലി റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. പാശ്ചാത്യ നാഗരികതയുടെ ജന്മസ്ഥലമായാണ് റോമാ നഗരം കണക്കാക്കപ്പെടുന്നത്. എല്ലാ പാതകളും റോമിലേക്ക് എന്ന പ്രയോഗം തന്നെ ഈ സാമ്രാജ്യത്തിന്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്നു. ആദ്യകാലത്ത് റോമിൽ രാജഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ കാലക്രമത്തിൽ ജനങ്ങളോട് താല്പര്യമില്ലാത്ത ഭരണാധികാരികൾക്കെതിരെ കലാപങ്ങൾ ഉയർന്നു വരികയും BCE 6ാം നൂറ്റാണ്ടിൽ രാജഭരണം അവസാനിക്കുകയും ചെയ്തു. തുടർന്ന് റിപ്പബ്ലിക് എന്ന പുതിയൊരു ഭരണ സംവിധാനം റോമിൽ നിലവിൽ വന്നു. പുരാതന റോമിന്റെ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു റിപ്പബ്ലിക്കിന്റെ ഉദയം. ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങളാണ് എഴുതേണ്ടത്. എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ദ സിറ്റി ഓഫ് റോം ഈസ് കൺസിഡേർഡ് ദ ബർത്ത് പ്ലേസ് ഓഫ് വെസ്റ്റേൺ സിവിലൈസേഷൻ. പാശ്ചാത്യ നാഗരികതയുടെ തലസ്ഥാനമായി റോമാ നഗരം കണക്കാക്കപ്പെടുന്നു. ദ മൊണാർക്കി വാസ് ദ ഫസ്റ്റ് ഫോം ഓഫ് ഗവൺമെന്റ് ഇൻ റോം.
രാജഭരണമായിരുന്നു ആദ്യകാലത്ത് റോമിൽ നിലനിന്നിരുന്നത്. ബൈ ദ 6th century BC, the monarchy ended and a new system of government called the Republic came into existence. BCE 6ാം നൂറ്റാണ്ടോടെ രാജഭരണം അവസാനിക്കുകയും റിപ്പബ്ലിക് എന്ന പുതിയൊരു ഭരണ സംവിധാനം നിലവിൽ വരികയും ചെയ്തു. The administration was carried out by a class of officials known as the consuls. റിപ്പബ്ലിക്കൽ കോൺസൽ എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥ വിഭാഗത്തിനായിരുന്നു ഇവിടുത്തെ ഭരണ ചുമതല. The rise of the Republic was a major turning point in the history of ancient Rome. പുരാതന റോമിന്റെ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു റിപ്പബ്ലിക്കിന്റെ ഉദയം. 22ാമത് ചോദ്യം, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ റോമൻ എംപയർ? പേജ് നമ്പർ 30. റോമൻ സാമ്രാജ്യത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? The Roman Empire was a vast empire that spread across Europe, North America and Western Asia. യൂറോപ്പ്, വടക്കൻ ആഫ്രിക്ക, പടിഞ്ഞാറൻ ഏഷ്യ എന്നിവിടങ്ങളിൽ വ്യാപിച്ചിരുന്ന വിശാലമായ സാമ്രാജ്യമായിരുന്നു റോമൻ സാമ്രാജ്യം. ദ റോമൻ എംപറേഴ്സ് വെയർ നോൺ ആസ് പ്രിൻസപ്പ്, ദ ഫസ്റ്റ് സിറ്റിസൺ. റോമൻ ചക്രവർത്തിമാർ പ്രിൻസപ്പ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ദ സിസ്റ്റം ഓഫ് ഗവർണൻസ് ലെഡ് ബൈ ദ പ്രിൻസപ്പ് വാസ് കോൾഡ് ദ പ്രിൻസിപ്പേറ്റ്. പ്രിൻസപ്പ് തലവനായ റോമൻ ഭരണ സംവിധാനം പ്രിൻസിപ്പേറ്റ് എന്നും അറിയപ്പെട്ടു. അഗസ്റ്റസ് എസ്റ്റാബ്ലിഷ്ഡ് ദ പ്രിൻസിപ്പേറ്റ് ഗവർണിംഗ് സിസ്റ്റം. അഗസ്റ്റസ് ആണ് പ്രിൻസിപ്പേറ്റ് ഭരണ സംവിധാനം സ്ഥാപിച്ചത്. ദെയർ വാസ് എ സ്ട്രോങ് ആർമി ദാറ്റ് ഡിഡ് സർവീസ് ഫോർ റെഗുലർ വേജസ്. വേതനം കൈപ്പറ്റി സേവനം ചെയ്യുന്ന ശക്തമായൊരു സൈന്യം അവിടെ ഉണ്ടായിരുന്നു. 23ാമത് ചോദ്യം, മേക്ക് എ നോട്ട് ഓൺ ദ ഡിഫറെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ റോം. പേജ് നമ്പർ 31. റോമയിൽ നിലനിന്ന വ്യത്യസ്ത ഭരണ സംവിധാനങ്ങളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. The Roman Empire was a administrative system that ruled a large area. Rome began as a city-state, later grew into an empire that controlled the regions of Italy and the surrounding countries. The Roman Empire had a great influence in the Mediterranean region for centuries. The Roman Empire had two main periods. ഇതിന് മലയാളം ഞാൻ എന്ന് പറയാം. റോമാ സാമ്രാജ്യം എന്നത് ഒരു വലിയ പ്രദേശങ്ങളെ ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനമായിരുന്നു. റോം ഒരു നഗരസ്ഥാപനമായി ആരംഭിച്ച് പിന്നീട് ഇറ്റലിയിലെ പ്രദേശങ്ങളെയും ചുറ്റുമുള്ള രാജ്യങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു സാമ്രാജ്യമായി വളർന്നു. നൂറ്റാണ്ടുകളായി മെഡിറ്ററേനിയൻ പ്രദേശത്ത് റോമാ സാമ്രാജ്യത്തിന് വലിയ സ്വാധീനമുണ്ടായിരുന്നു. റോമാ സാമ്രാജ്യം 2 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ആദ്യത്തേത് റിപ്പബ്ലിക്കും രണ്ടാമത്തേത് എംപയറും. റിപ്പബ്ലിക് എന്താണെന്ന് ഞാൻ വായിക്കാം. ഡ്യൂറിംഗ് ദിസ് പീരീഡ് റോം വാസ് റൂൾഡ് ഇൻ എ ഡെമോക്രാറ്റിക് മാനർ. സെനറ്റ് ആൻഡ് ഇലക്ടഡ് ഒഫീഷ്യൽസ് റൂൾഡ്. ഈ കാലഘട്ടത്തിൽ റോം ജനാധിപത്യ രീതിയിലാണ് ഭരിക്കപ്പെട്ടത്. ഒരു സെനറ്റും തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥനും ഭരണം നടത്തി. അടുത്തത് എംപയർ എന്താണെന്ന് നോക്കാം. ഡ്യൂറിംഗ് ദിസ് പീരീഡ് റോം വാസ് റൂൾഡ് അണ്ടർ ആൻ എംപറർ. ദ എംപറർ ഹാഡ് ഓൾ ദ പവേഴ്സ്. ഈ കാലഘട്ടത്തിൽ റോം ഒരു ചക്രവർത്തിയുടെ കീഴിൽ ഭരിക്കപ്പെട്ടു. ചക്രവർത്തിക്ക് എല്ലാവിധ അധികാരങ്ങളും ഉണ്ടായിരുന്നു. ദ റോമൻ എംപയർ ലാസ്റ്റഡ് ഫോർ അബൌട്ട് 500 years. ലേറ്റർ ദ എംപയർ വീക്കെൻഡ് ആൻഡ് കൊളാപ്സ്ഡ് ഡ്യൂ ടു വേരിയസ് റീസൺസ്. ഏകദേശം 500 വർഷക്കാലം റോമാ സാമ്രാജ്യം നിലനിന്നു. പിന്നീട് സാമ്രാജ്യം ദുർബലമാവുകയും പല കാരണങ്ങൾ കൊണ്ട് അത് തകരുകയും ചെയ്തു. 24ാമത് ചോദ്യം, ഐഡന്റിഫൈ ദ ഹിസ്റ്റോറിക്കൽ പാത്സ് ദാറ്റ് ഇൻഡിക്കേറ്റ് ദ ഗ്രോത്ത് ഓഫ് ദ ജനപദാസ് ഇൻ ഇന്ത്യ ഫ്രം ദ ഡിസ്ക്രിപ്ഷൻ ഗിവൺ ബൈ വിവാൻ ഓൺ പേജ് നമ്പർ 31 ആൻഡ് കംപ്ലീറ്റ് ദ വർക്ക്ഷീറ്റ് ഗിവൺ ബിലോ. പേജ് നമ്പർ 32. പേജ് നമ്പർ 31 വിവാൻ നൽകിയ വിവരണത്തിൽ നിന്നും ഇന്ത്യയിലെ ജനപദങ്ങളുടെ വളർച്ചയെ സൂചിപ്പിക്കുന്ന ചരിത്ര വഴികൾ കണ്ടെത്തി ചുവടെ നൽകിയിരിക്കുന്ന വർക്ക്ഷീറ്റ് പൂർത്തിയാക്കുക. ആദ്യം നിങ്ങൾ വിവാന്റെ ഡിസ്ക്രിപ്ഷൻ ശരിക്കും നന്നായിട്ട് വായിച്ചു നോക്കാം. എന്നിട്ട് താഴെയുള്ള വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യണം. വർക്ക്ഷീറ്റ് നമുക്കൊന്ന് നോക്കിയാലോ. വർക്ക്ഷീറ്റിൽ ഏറ്റവും ആദ്യം മുകളിലായിട്ട് ഒരു ഗ്യാപ്പ് കണ്ടില്ലേ, അവിടെ നിങ്ങൾ എഴുതേണ്ടത് ദ സ്പ്രെഡ് ഓഫ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ കൃഷിയുടെ വ്യാപനം. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷന്റെ താഴെ സർപ്ലസ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിച്ചോൽപാദനം എന്ന് മലയാളത്തിൽ പറയും. ഇനി ഏറ്റവും താഴെ ട്രേഡ് സെന്റേഴ്സിന്റെ താഴെ കണ്ടോ, അവിടെ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് ഫോർമേഷൻ ഓഫ് ദ സിറ്റീസ് എന്ന് പറഞ്ഞാൽ നഗരങ്ങളുടെ രൂപീകരണം. 25ാമത് ചോദ്യം, വിച്ച് ജനപദ ഔട്ട് ഓഫ് ദ 16 മഹാജനപദാസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഇന്ത്യ ഇൻ ദ 6th century BC become the prominent force? BC 6ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിലനിന്ന 16 മഹാജനപദങ്ങളിൽ പ്രധാന ശക്തിയായി മാറിയത് ഏതു ജനപദമാണ്? ആൻസർ മഗധ. 26ാമത് ചോദ്യം, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ജനപദ? ജനപദം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ലാൻഡ് വെയർ പീപ്പിൾ റിസൈഡ്, ജനം അധിവസിച്ച സ്ഥലം. 27ാമത്തെ ചോദ്യം, മാർക്ക് ദ നെയിംസ് ഓഫ് 16 മഹാജനപദാസ് ഓൺ ദ മാപ്പ് ഓഫ് ഇന്ത്യ. പേജ് നമ്പർ 33. 16 ജനപദങ്ങളുടെ പേരുകൾ ഇന്ത്യയുടെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തുക. 16 എണ്ണത്തിന്റെ പേരും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതാവുന്നതാണ്.
28ാമത്തെ ചോദ്യം, വാട്ട് വെയർ ദ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ഗ്രോത്ത് ഓഫ് മഗധ? പേജ് നമ്പർ 33. പ്രബലമായ ഒരു മഹാജനപദമാകുന്നതിന് മഗധയെ സഹായിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണ്? പവർഫുൾ റൂളേഴ്സ് ആൻഡ് സ്ട്രോങ് മിലിറ്ററി. ശക്തമായ ഭരണാധികാരികളും ശക്തമായ സൈന്യവും. ഫെർട്ടിലിറ്റി റിസൾട്ടിംഗ് ഫ്രം ദ പ്രോക്സിമിറ്റി ടു ദ ഗംഗാസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. ഗംഗയുടെയും പോഷക നദികളുടെയും സാമീപ്യം കൊണ്ടുണ്ടായ ഫലഭൂയിഷ്ഠത. പ്രസൻസ് ഓഫ് അയൺ ഓർ മാനുഫാക്ചർ ആൻഡ് യൂസ് ഓഫ് അയൺ വെപ്പൺസ് ആൻഡ് ടൂൾസ്. ഇരുമ്പയിരിന്റെ സാന്നിധ്യം, ഇരുമ്പായുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മാണവും ഉപയോഗവും. പ്രോഗ്രസ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ്. കാർഷിക മേഖലയിലും വാണിജ്യരംഗത്തും ഉണ്ടായ പുരോഗതി. 29ാമത്തെ ചോദ്യം, who were the prominent rulers of മഗധ? മഗധയിലെ പ്രധാന ഭരണാധികാരികൾ ആരൊക്കെ? ബിംബിസാര, അജാതശത്രു, മഹാപദ്മനന്ദൻ, ധനനന്ദൻ. 30ാമത്തെ ചോദ്യം, who founded the മൗര്യ എംപയർ? മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യ. 31ാമത്തെ ചോദ്യം, who was the ചന്ദ്രഗുപ്ത മൗര്യസ് മിനിസ്റ്റർ? ചന്ദ്രഗുപ്ത മൗര്യന്റെ മന്ത്രി ആരായിരുന്നു? കൗഡില്യ, ഓൾസോ നോൺ as ചാണക്യ. 32ാമത്തെ ചോദ്യം, വിച്ച് ബുക്ക് വാസ് റിട്ടൺ ബൈ കൗഡില്യ ഓർ ചാണക്യ? കൗഡില്യൻ അല്ലെങ്കിൽ ചാണക്യൻ രചിച്ച ഗ്രന്ഥം ഏത്? ആൻസർ അർത്ഥശാസ്ത്ര. 33ാമത്തെ ചോദ്യം, ഡിസ്കസ് ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓൺ ഹൗ മഗധ വിച്ച് വാസ് എ മഹാജനപദ ഗ്രൂ ഇൻ ടു എ പവർഫുൾ മൗര്യ കിങ്ഡം. പേജ് നമ്പർ 34. മഹാജനപദമായിരുന്ന മഗധ ശക്തമായ മൗര്യരാജ്യമായി വളർന്നത് എങ്ങനെയെന്ന് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. The growth of Magadha was mainly due to the iron industry and its manufacture. Iron industry paved the way for the manufacture of large-scale agricultural equipment. Secondly, iron was very helpful in increasing the strength of the army. Magadha was able to dominate other great nations through the manufacture of war equipment. Vehicles and boats were widely manufactured for commercial and military needs. The policies of the king Chandragupta Maurya and the minister Kaudilya mainly contributed to the Maurya dynasty becoming a more powerful empire. പ്രധാനമായും ഇരുമ്പിന്റെ കണ്ടെത്തലും നിർമ്മാണവുമാണ് മഗധയുടെ വളർച്ചയ്ക്ക് കാരണമായി തീർന്നത്. ഇരുമ്പിന്റെ കണ്ടെത്തൽ വൻതോതിലുള്ള കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന് വഴിയൊരുക്കി. രണ്ടാമതായി, സൈന്യത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് ഇരുമ്പ് ഏറെ സഹായകരമായി. യുദ്ധ ഉപകരണങ്ങളുടെ നിർമ്മാണത്തിലൂടെ മറ്റ് മഹാജനപദങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ മഗധയ്ക്ക് കഴിഞ്ഞു. വാണിജ്യ ആവശ്യത്തിനും സൈനിക ആവശ്യത്തിനും വാഹനങ്ങൾ, വഞ്ചികൾ എന്നിവ വ്യാപകമായി നിർമ്മിക്കപ്പെട്ടു. പ്രധാനമായും ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന രാജാവും കൗഡില്യൻ എന്ന മന്ത്രിയുടെ നയങ്ങളും മൗര്യ രാജവംശം കൂടുതൽ ശക്തമായ സാമ്രാജ്യമാകുന്നതിന് കാരണമായി. 34ാമത്തെ ചോദ്യം, വു സ്പ്രെഡ് ജൈനിസം? ജൈനമതം പ്രചരിപ്പിച്ചത് ആരാണ്? ആൻസർ വർദ്ധമാന മഹാവീരൻ. അദ്ദേഹം ജിനൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. 35ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഐഡിയാസ് ഓഫ് ജൈനിസം? ജൈനമതത്തിന്റെ ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു? ഓൾ തിങ്സ് ഹാവ് ലൈഫ്. എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. നോ ലിവിംഗ് തിങ്സ് ഷുഡ് ബി ഹാംഡ്. ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്. ഡു നോട്ട് സ്റ്റീൽ, ഡു നോട്ട് ലൈ. കളവ് പറയരുത്, മോഷ്ടിക്കരുത്. പ്രാക്ടീസ് റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ്, റൈറ്റ് ആക്ഷൻ. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. വു ഫൗണ്ടഡ് ബുദ്ധിസം? ബുദ്ധമതം സ്ഥാപിച്ചത് ആരാണ്? ഗൗതമ ബുദ്ധ. 37ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഐഡിയാസ് ഓഫ് ബുദ്ധിസം? ബുദ്ധമതത്തിന്റെ ആശയങ്ങൾ എന്തൊക്കെയാണ്? ഡു നോട്ട് ഹാം അതേഴ്സ്, മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്. ഡു നോട്ട് ലൈ, കളവ് പറയരുത്. ബി ഹോണസ്റ്റ്, സത്യസന്ധത പുലർത്തുക. ഡു നോട്ട് കവച്ച് അതേഴ്സ് വെൽത്ത്, അന്യരുടെ സ്വത്ത് ആഗ്രഹിക്കാതിരിക്കുക. 38ാമത്തെ ചോദ്യം, അനലൈസ് ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദ ഐഡിയാസ് ഓഫ് ജൈനിസം ആൻഡ് ബുദ്ധിസം. പേജ് നമ്പർ 35. ജൈനമതത്തിന്റെയും ബുദ്ധമതത്തിന്റെയും ആശയങ്ങളുടെ പൊതു സവിശേഷതകൾ വിശകലനം ചെയ്ത് എഴുതുക. ബുദ്ധിസം ആൻഡ് ജൈനിസം വെയർ ടു റിലീജിയൻസ് ദാറ്റ് എമർജ്ഡ് ഇൻ ഇന്ത്യ അറൌണ്ട് ദ 6th century BC. BC 6ാം നൂറ്റാണ്ടോടെ ഇന്ത്യയിൽ ഉദയം ചെയ്ത രണ്ടു മതങ്ങളായിരുന്നു ബുദ്ധമതവും ജൈനമതവും. The founder of Buddhism was Gautama Buddha and the founder of Jainism was Vardhamana Mahavira. ബുദ്ധമതത്തിന്റെ സ്ഥാപകൻ ഗൗതമ ബുദ്ധനും ജൈനമതത്തിന്റെ സ്ഥാപകൻ വർദ്ധമാന മഹാവീരനും ആയിരുന്നു. These two religions survived by challenging the customs and beliefs of the Vedic period. വേദകാലഘട്ടത്തിന്റെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ രണ്ട് മതങ്ങളും നിലനിന്നത്. These two religions and beliefs were propagated in the language of the common people. Therefore, both religions were able to reach the common people. സാധാരണക്കാരുടെ ഭാഷയിലാണ് ഈ രണ്ട് മതങ്ങളും വിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഇരു മതങ്ങൾക്കും സ്ഥാപിച്ചു.
ബോത്ത് റിലീജിയൻസ് ടോട്ട് പീപ്പിൾ ടു അവോയ്ഡ് വയലൻസ് ആൻഡ് ടു ബി ഹോണസ്റ്റ്. ഹിംസ ഒഴിവാക്കാനും സത്യസന്ധത പുലർത്താനും ഇരു മതങ്ങളും ജനങ്ങളെ പഠിപ്പിച്ചു. The special feature of these two religions was the lofty thought that nothing, including animals, should be harmed or killed. മൃഗങ്ങൾ ഉൾപ്പെടുന്ന ഒന്നിനെയും ഉപദ്രവിക്കാനോ കൊല്ലാനോ പാടില്ല എന്ന ഉന്നതമായ ചിന്തയായിരുന്നു ഈ രണ്ട് മതങ്ങളുടെയും പ്രത്യേകത. They gave importance to having the right belief and acquiring knowledge. ശരിയായ വിശ്വാസം പുലർത്തുന്നതിനും അറിവ് നേടുന്നതിനും ഇവർ പ്രാധാന്യം നൽകി.